Hello guys, what's up? Happy New Year. Nanyambulam hip hopil palakati peaceful mind. Hello ചേച്ചി ചേച്ചിന്റെ പേരെന്ത് ചേച്ചി? വിജയ. കുറച്ച് വെച്ച് പറ. വിജയ. വിജയ. ചേച്ചിന്റെ നാട് എന്ത് ചേച്ചി? തഞ്ചാവൂർ. ചേച്ചിന്റെ തഞ്ചാവൂർ. ചേച്ചിക്ക് ഇപ്പോൾ വയസ്സ് എത്രയായി ചേച്ചി? 35. എത്രയായി? 35. അപ്പോൾ ചേച്ചി എന്താണ് പണിയെടുക്കുന്നത്? കുജിലി. ചേച്ചി സ്കൂളിൽ എത്ര കൊല്ലം പഠിച്ചിന്? 10 കൊല്ലം. ചേച്ചിക്ക് ജീവിതത്തിൽ എന്താകാനായിരുന്നു ആഗ്രഹം? ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചിനാ? എന്ത് ഫുഡാണ് ചേച്ചി കഴിച്ചത്? ദോശ. ചേച്ചിക്ക് എത്ര കല്യാണം കഴിച്ചിനാ? ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? ആയി. ഓക്കെ ചേച്ചി. അപ്പോൾ ഹലോ ചേട്ടൻ്റെ പേരെന്ത് ചേട്ടാ? കൃഷ്ണൻ. ചേട്ടൻ്റെ നാടേടെ? തഞ്ചാവൂർ. ചേച്ചി ചേട്ടൻ എന്താണ് പണിയെടുക്കുന്നത്? நான் இப்போதைக்கு കുജിലി കച്ചവടം, ഇരുമ്പ് കച്ചവടം പண்றேன். അപ്പൊ ചേച്ചി പഴയ സാധനങ്ങൾ എടുക്കാം. ഇതാണ് ചേട്ടൻ്റെ വണ്ടിയല്ല? ഈ വണ്ടി കാട്ടി. വണ്ടി ഇടവാ. ഇതാണ് വണ്ടിയല്ല ചേട്ടാ? പേരുണ്ട്. ഇതെല്ലാം സാധനം അല്ല ചേട്ടാ? അല്ല, ഇതെല്ലാം ഇന്നേക്ക് കഴിച്ചതാ. അപ്പൊ ബാ, ചേട്ടൻ്റെ വണ്ടീന്റെ പേര്. ചേട്ടൻ്റെ വണ്ടീന്റെ പേര് എന്താ? അമ്മ. അമ്മ. അപ്പൊ ചേട്ടൻ നമ്പർ. ചേട്ടൻ എത്ര വർഷമായി ഈ തൊഴിൽ ചെയ്യുന്നത്? ஒரு 25 வருஷத்துக்கிட்ட இந்த வியாபாரம் பண்றேன். நல்லபடியா போயிட்டு இருக்கு. ചേട്ടന് നാടേടെ? തഞ്ചാവൂർ. സ്വന്തമായിട്ട് വീടുണ്ടാ? വീടില്ല അല്ല. അപ്പൊ ഈ കാസർഗോഡ് വന്നിട്ട് എത്ര വർഷമായി? കാസർഗോഡ് വന്ന് ഒരു 17 കൊല്ലായി. ചേട്ടൻ എങ്ങനെ വണ്ടിയിൽ പോയിട്ട് വീട്ടുക്ക് വീട് പഴയ സാധനങ്ങള്, പഴയ ജാമ, സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം, ഫാന്, മിക്സി എല്ലാം വാങ്ങും. அதுக்குள்ள காசை கொடுக்கும். கொண்டு போய் கடையில் கொண்டு போய் அதுக்கு விலைக்கு விற்கும். வித்துட்டு அதுக்குள்ள லாபத்தை நாங்கள் வச்சு குடும்பம் பண்ணிட்டு இருக்கோம். எனக்கு 2 மகள் ഉണ്ട്, ഒരു മകനുണ്ട്. അപ്പൊ ഇത് ഞാൻ പൊണ്ടാട്ടി, എന്റെ ഭാര്യ. ഇതാണ് എന്റെ ഭാര്യ. നിങ്ങളെ ഭാര്യ അല്ലേ? 3 മക്കളുണ്ട്. ഒരു ടാറ്റാക്കിയൊരു ഭാര്യ. അപ്പോൾ ഞാൻ ചെല്ലുന്ന പോലെ ഒന്ന് ചെല്ലോ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ നെഞ്ഞമ്പലം. ഹാപ്പി ന്യൂ ഇയർ നെഞ്ചമ്പലം. ഇപ്പൊ പിൽപ്പാലയ്ക്കെത്തി. ലിവർഫുൾ മൈൻഡ്. അപ്പൊ ചേട്ടൻ നമ്മളെ ചാനലുണ്ട്. എവിടെ നാട് ചേട്ടൻ്റെ? നമുക്ക് തഞ്ചാവൂർ. നമ്മളെ മുൻഷാ ബ്ലോഗിന് ഇതിപ്പോൾ ലോക്കലായിട്ടുള്ളത്. മുൻഷാ ബ്ലോഗിനൊന്ന് ഇന്റർനാഷണൽ എത്തിയിട്ട് ഫുള്ള് ജർമ്മനിയിൽ പോലും അമേരിക്കയിൽ പോലും ഇന്റർനാഷണൽ ലെവലാക്കി തരും. ദൈവത്തോട്. അപ്പോൾ എല്ലാം സപ്പോർട്ട് ആക്കണം. ജർമ്മനിയിൽ പോലും ഞാൻ ഇംപ്രൂവ്മെന്റ് ആക്കും. ഓക്കെ. ഗുഡ് ബ്രദർ. എല്ലാവരും നമുക്ക് എണ്ണുകളെ വാഴ്ത്തുங்க.